പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഞായറാഴ്ച പകരം തിങ്കളാഴ്ചയാണ് ഇടുന്നത് കേട്ടോ വീഡിയോ. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു മീൻ കറി വെച്ചിട്ട് സരിതയും ചെക്കും കണ്ണംകുളങ്ങരയ്ക്ക് പോയില്ലേ, അപ്പോൾ അതിലത്തെ കമൻറ്റുകളാണ് ആദ്യം തന്നെ ഇടുന്നത്. റിയാസ്, അഭിപ്രായം അറിയാൻ മീൻകറിയും എടുത്തുകൊണ്ട് സരിതയുടെ വീട്ടിൽ ഓടിപ്പോയ അജു. അവർ കഴിക്കുന്നതും കാത്തു നിൽക്കുമ്പോഴാണ് അവിടെ ജീരകക്കഞ്ഞിയുടെ കഥ പറഞ്ഞ് രസിക്കുന്നത്. അവസാനം ക്ഷമ നയിച്ച അജു പറഞ്ഞു, എൻ്റെ മീൻകറി എങ്ങനെയുണ്ടെന്ന് പറയ്. അതന്നെ അത്രയുള്ളൂ. അല്ല, നമ്മൾ മീൻകറിയുടെ ടേസ്റ്റാണല്ലോ ആദ്യം തന്നെ അറിയേണ്ടത്. അല്ല, ഞാൻ വളരെ കുറച്ചേ കഴിക്കണുള്ളൂ. പിന്നെ ബാക്കി ആരും ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോ എല്ലാവരും വിചാരിക്കില്ലേ ഇതെന്തെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുള്ള കാര്യം പറഞ്ഞത്. തന്നെ എല്ലാവരും ജീരകക്കഞ്ഞി കുടിച്ച് വയറ് നിറഞ്ഞിട്ടായി അവഗണിച്ചല്ലാന്ന്. അതുകൊണ്ടാണ് കേട്ടാ ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കണുള്ള വിളിച്ചിട്ട് വരാത്തേന്നേ. അതുകൊണ്ട് പറഞ്ഞതാ അവഗണിച്ചതാണ്. അടുത്തത് മിനു വേണു. മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ഇടുന്നത് അജു അഭിനയിച്ച് കാണിച്ചപ്പോൾ ശരിക്കും ചിരി വന്നു പോയി. അത് പെട്ടു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡിങ് ബട്ടണിൽ അമർത്താൻ മറന്നു. അതിനുണ്ടായത്. അതായത് മീൻ കഷ്ണം ഇടുന്നതേ നമുക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വന്ന് പറയേണ്ടത്, അയ്യോ ചേട്ടാ അത് റെക്കോർഡ് ചെയ്യാൻ മറന്നു എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അപ്പം തന്നെ പറഞ്ഞു കാണിക്കണ്ടേ, അല്ലെങ്കിൽ രക്ഷയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ വീണ്ടും വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും ഇടുന്നത് കാണിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ല, നമ്മൾ പിന്നെ അത് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ മറയ്ക്കാനൊന്നും ഒളിക്കാനൊന്നും ഇല്ലല്ലോ. അതന്നെ കാണിക്കുക, അത്ര തന്നെ. എന്താ പറ്റിയ അബദ്ധം പറ്റിയ അത് കാണിക്കുക. പ്രജിത് പ്രവീൺ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ചിരിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതിലും മനോഹരമായ കാഴ്ചയാണ് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ. എന്ത് ഭംഗിയാണ് നിങ്ങളുടെ സംസാരവും ചിരിയും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഭയങ്കര ഇഷ്ടമായി, നമുക്ക് വളരെ ഇഷ്ടമായി. പുകഴ്ത്തലില് വീഴാത്ത മനുഷ്യന്മാരില്ല. നമ്മുടെ കൂട്ടുകാരൻ പ്രേമുണ്ട്. പ്രേം പറയാം, എന്നെ നിങ്ങൾ ഇഷ്ടം പോലെ പുകഴ്ത്തു. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതുപോലെ അതിൻ്റെ ഗ്രൂപ്പിൽ അതിൽ പ്രേമൻ എല്ലാവരും പുകഴ്ത്തും. അതുപോലെ ഞങ്ങൾ തിരിച്ചു എന്നെ പുകഴ്ത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പുകഴ്ത്തണത്. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ. ഏറ്റവും മനോഹരമായ കാഴ്ച നമ്മുടെ ചിരിയാണെന്ന് കേട്ടോ. ഇന്ദ്രജാലം സിനിമയില് മോഹൻലാല് മറ്റേ ഈ ഗീതനെ വളയ്ക്കാനായിട്ടേ, ഗീത ഒരു ആളുടെ അടുത്തും വീഴുന്ന ആളല്ല, ഭയങ്കര ഇതാണ്. പക്ഷെ മോഹൻലാല് ഈ ഗീതനെ കുറച്ച് പൊക്കി പറയും. അപ്പൊ മോഹൻലാല് പറയുന്നുണ്ട്, പുകഴ്ത്തലിൽ വീഴാത്ത ഒരു പെണ്ണുങ്ങളും ഇല്ലാന്ന്. അങ്ങനെയുണ്ട്. പുകഴ്ത്തലും മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അല്ല, പുകഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന് കച്ചവടം കിട്ടി. ഇവിടെ ആ ഒരു എന്താ ഈ ബ്രൗൺ ഷുഗറിന്റെ എന്തിനാണ് മയക്കുമരുന്നിന്റെ കച്ചവടം നടത്താനാണ് മോഹൻലാല്. ബാക്കിയുള്ളവരൊക്കെ ചെന്നിട്ട് അവിടെ ഇതൊന്നും ചെയ്തിട്ട്, പക്ഷെ മോഹൻലാല് ലൈൻ അടിക്കുന്ന പോലെ അങ്ങോട്ട് ചെന്നിട്ട് കുറച്ച് പുകഴ്ത്തലാണ്ട് കൊടുത്തപ്പോ മോഹൻലാലിന് ആ കച്ചവടം ശരിയാക്കിയിരുന്നു. അപ്പൊ മോഹൻലാൽ പറഞ്ഞ വാക്കാണ് പുകഴ്ത്തല്. നമ്മളിപ്പോ അതല്ല ചേട്ടാ, ആ പുകഴ്ത്തല് വ്യത്യാസമുണ്ട്. അത് സൗന്ദര്യത്തിന് പുകഴ്ത്താണ്. സ്ത്രീകളെ സൗന്ദര്യത്തിന് പുകഴ്ത്തുമ്പോ അതിൽ വീഴാത്ത സ്ത്രീകളില്ല. നമ്മളുടെ പുകഴ്ത്തൽ അതല്ലല്ലോ. നമ്മുടെ മൊത്തത്തില് സൗന്ദര്യം, നമ്മുടെ സ്വഭാവം, നമ്മുടെ കഴിവുകൾ, അതൊക്കെ അതിനൊക്കെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുക. സന്തോഷം, വളരെ വളരെ സന്തോഷം. അടുത്ത് മനോഹരൻ വി വി. അജു കഴിക്കണ കണ്ട് നാവിൽ വെള്ളം വന്നു. അച്ഛൻ ചമ്മി. സരിതയ്ക്ക് ഇഷ്ടായി. അച്ഛനത് കണ്ടപ്പോ എന്തിട്ട് കൂട്ടാൻ കട്ടയായിട്ടിരിക്കണം. അച്ഛൻ അങ്ങനെ മീൻ കൂട്ടാൻ അങ്ങനെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കട്ട ആയിട്ടിരിക്കണത് ചാറോട് കൂടിയിട്ടല്ലേ. പിന്നെ ഞാൻ അതിൽ പറയുന്നുണ്ട്, ചാറ് മാത്രം അവിടെ കഴിക്കുള്ളൂ, കഷ്ണം അധികം കഴിക്കില്ല. പക്ഷെ അച്ഛൻ ചാറ് കഷ്ണം അപ്പളത്തേക്കും കഴിക്കല് കഴിഞ്ഞു. അമ്മയ്ക്ക് അതെങ്ങനെയാ വെക്കണേന്ന് പഠിപ്പിച്ചു കൊടുക്കട്ടാന്ന് പറഞ്ഞു. അവിടുത്തെ മീൻ കഷ്ണം മുഴുവൻ കഴിക്കാനായിട്ട് ചുമതല എനിക്കാണ് കേട്ടാ. ഇവര് മീൻ വാങ്ങിക്കും, ചാറിൽ മുക്കി കഴിക്കുള്ളൂ. അടുത്തത് മുല്ല ഷബീർ. പട്ടി പുല്ല് തിന്നുകയുമില്ല, പശുവിനോട് തീറ്റിക്കുകയില്ല എന്ന ചൊല്ല് പുല്ല് തിന്നുകൊണ്ട് ചാർലി അപ്പാടെ പൊളിച്ചെഴുതി. കടുകെണ്ണ ആർക്കും ഇഷ്ടമല്ല, പക്ഷെ കടുക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതെന്താ അങ്ങനെ എന്ന് ആലോചിച്ച് നിൽക്കുന്ന അജുവേട്ടൻ. ഞാൻ ഒരു ഉദാഹരണം പറയാം അജുവേട്ടാ. സരിതേച്ചീനെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ സരിതേച്ചിയുടെ സംസാരം എല്ലാവർക്കും ഇഷ്ടമല്ല. ഇതുപോലെ തന്നെ അതും. അതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ. മീൻകറി പൊളിച്ചു. നല്ല ഉപമയില്ല. അതന്നെ കടുക്. ഞാൻ ആലോചിക്കാറുണ്ട്, കടുക് ഇട്ടുമ്പോ ചേരല കൂട്ടാനുള്ള സരിതയൊക്കെ നന്നായി കഴിക്കും. പക്ഷെ എന്തിട്ട് അല്ല കടുകെണ്ണ കൊണ്ട് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമല്ലോ. കടുകെണ്ണ കൊണ്ട് നമ്മൾ കൂട്ടാൻ വെച്ചിട്ടുണ്ട് അതിന് വല്ലപ്പോഴും. മറ്റേ ബംഗാളികള് വെച്ചിട്ടുണ്ട് അവരുടെ കറി. അവര് കടുകെണ്ണയാണല്ലോ ഉപയോഗിക്കുക. കടുകും എനിക്ക് ഇഷ്ടമില്ല. പിന്നെ സരിതനെ കുഴപ്പമില്ല. സരിതനെ വർത്താനം വായ തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടക്കേട് ആളുകൾക്ക്
ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഇഷ്ടമില്ലേട്ടാ, എല്ലാവർക്കും ഇഷ്ടമില്ല. അല്ല, എല്ലാവർക്കും അങ്ങനെയില്ലാന്ന്, എല്ലാവരും അങ്ങനെയില്ലാന്ന്. അടുത്തത് രഞ്ജിത്ത് രഞ്ജു. റെക്കോർഡിംഗ് മറന്നു എന്ന് പറഞ്ഞപ്പോൾ അനിയമ്പാവ ചേട്ടമ്പാവ സിനിമയിലെ സീനാണ് ഓർമ്മ വന്നത്. ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്നിട്ട് റെക്കോർഡ് ചെയ്യാൻ തന്നെ നന്നാക്കാൻ വേണ്ടി തന്ന ടേപ്പ് റെക്കോർഡറാ. എന്തായിരുന്നു കംപ്ലൈന്റ്? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു. അടുത്തത് ആര്യ. അവിടെ പുല്ല് തിന്നാണ് ജീവിക്കുന്നത് എന്ന് മാലോകരെ അറിയിക്കാനാണ് ചാർലി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പുല്ല് തിന്ന് കാണിക്കുന്നത്. അത് എന്തൊരു ഇങ്ങനെ ക്ഷീണിച്ച് എല്ലും തൊലിയും പോലെയല്ല അത് വന്ന് ഇപ്പൊ നല്ല ഉണ്ടപ്പനായി തുടങ്ങിയ ആള്. അതല്ല, ഈ പുല്ല് തിന്നണ നാടൻ നായ്ക്കള് വന്ന് പുല്ല് തിന്നണുണ്ട്. ഇപ്പൊ നമ്മുടെ വില കൂടിയ നായ്ക്കളൊന്നും പുല്ല് ഇങ്ങനെ വന്ന് തിന്നില്ല. പക്ഷെ നാടൻ നായ്ക്കളൊക്കെ അവർക്ക് വയറിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വന്നിട്ട് തിന്നത് പുല്ലാണ് തിന്നുക. നമ്മൾ വേറെ ഒരു മരുന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് തന്നെ സ്വാഭാവികമായിട്ട് പ്രകൃതി തന്നെ അവർക്ക് നൽകിയിട്ടുള്ള ഒരു വരദാനാണ്. പിന്നെ ഈ നാടൻ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് തിന്നാൻ കൊടുക്കാം, നമ്മൾ കഴിക്കണതൊക്കെ കൊടുക്കാം. അതുകൊണ്ട് അവർക്ക് ഒരു ദോഷം വരില്ല. ഇപ്പൊ ഇവിടെ ഇപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് നായ്ക്കൾ എപ്പോഴും 4 വെച്ചിട്ടുണ്ടാവും. എത്രയോ കൊല്ലങ്ങളായിട്ട്, ഒരു 10-12 കൊല്ലം അവരുടെ ആ ഒരു ആയുസ് കഴിയുമ്പോൾ അവർ വയസ്സായി മരിക്കും. അപ്പോഴത്തേക്കും ചേട്ടൻ അടുത്ത ബാച്ചിനെ കൊണ്ടുവരും. അങ്ങനെ ചാർലി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി ഒരു 3 കൂടി വരാനുണ്ടാ. അല്ല, അവരുണ്ട്, മറ്റൊരു 4 പേരുണ്ട് ഇപ്പോഴും. അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവര് ചാവുമ്പണ സമയത്തല്ലേ. അല്ല, ഭക്ഷണത്തില് ഇങ്ങനെയാണ്, ഇവിടുത്തെ രീതി ഇങ്ങനെയാണ്. നമുക്ക് ഇങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്, അതിന് ചായ കൊടുക്കരുത്, അവർക്ക് അത് കൊടുക്കാൻ പാടില്ല, വിത്ത് കൊടുക്കാൻ നമ്മള് കഴിക്കുന്നതിന്റെ വേസ്റ്റ് കൊടുക്കാൻ പാടില്ല. അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അവർക്ക് അല്ലാണ്ട് നമ്മൾ നല്ല വില കൂടി സാധനം വാങ്ങിക്കുന്നതല്ല അവർക്ക് ഇഷ്ടം. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതാണ്. അതുകൊണ്ടാണ് അവർ ഇത്രയ്ക്ക് കമന്റ് ഇടുന്നവരെന്താ വെച്ചാൽ അവരുടെ വീട്ടിലുള്ള മറ്റേ വിദേശ നായ്ക്കളൊക്കെയോ അവരെ പരിപാലിക്കുന്നത് അങ്ങനെയാവേ. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഇവരെ കാണുന്നത്. ഇവരങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് വെണ്ടക്കായ കഷ്ണമൊക്കെ തിന്നണ് കാണണം നമ്മുടെ ചാർലി. അതിന് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടക്കായും കുമ്പളങ്ങയും ഒക്കെ തിന്നാൻ. അടുത്ത് കലാഹരിദാസ്. അജു കൂടെ പഠിച്ച ശ്രീദേവിയെ അറിയുമോ? അപ്പൊ ചേട്ടൻ റിപ്ലൈ കൊടുത്തിട്ട് ഗവൺമെന്റ് കോളേജിൽ പഠിച്ച ശ്രീദേവിയാണോ? അപ്പൊ സ്കൂളിൽ പഠിച്ചതെന്ന് പറഞ്ഞു. ഒളരിയിലാണ് വീട്. ഇല്ലില്ലേ, ഞാൻ എൻ്റെ സ്കൂളിൽ ആമ്പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉല്ലൂർ ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് 10 വരെ. അതിൽ ആമ്പിള്ളേർ മാത്രം, പെൺകുട്ടികളൊന്നും ഇല്ല. പിന്നെ ഇത് ഈ അടുത്താണ് പെൺകുട്ടികളെ അതിലേക്ക് ചേർത്തി തുടങ്ങിയത്. നമ്മുടെ കോളേജിൽ പഠിച്ചപ്പോൾ ക്ലാസ്സിൽ ഒരു ശ്രീദേവി ഉണ്ടായിരുന്നു. ഒരു ശ്രീദേവി അല്ല, 2-3 ശ്രീദേവിയിലുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച ആളല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടാ. അടുത്തത് അനന്തകൃഷ്ണൻ കെ. സരിത ഇല്ലാത്തതുകൊണ്ട് വെള്ളി വീഴില്ല എന്ന് വിചാരിക്കുമ്പോഴേക്കും അത് അജുവിന്റെ വായിൽ നിന്ന് വെള്ളി വന്നു. തൃപ്തിയായി. അടുത്തത് ശ്യാമളാദേവി. സരിതയ്ക്ക് എന്താ പണി? ഭരണവും വാചകമടിയും. അപ്പോ മറുപടി ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ല കഴിവും വിവരവും ഉള്ളവർക്കേ സാധിക്കൂ. അക്കാര്യം ചേച്ചിക്ക് അറിയില്ലേന്ന്. ഭരിക്കാനും വാചകം പഠിക്കാനും നമുക്ക് നല്ല അറിവും വിവരം വേണം. അല്ലാണ്ട് വെറുതെ ഒരു കഴിവും കാര്യങ്ങളും ഇല്ലാത്തവർക്ക് വാചകം അടിക്കാനും ഭരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതിന്റെ ഇടയിൽ സിജി രാജേഷ്. എവിടെയൊക്കെയോ ഭരണം നഷ്ടപ്പെട്ടതിന്റെ ചൊറിച്ചിലിന്. ഇന്നത്തെ കമന്റ്സ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ് ചേട്ടനാണ് കേട്ടാ. ഞാൻ ഇപ്പോഴാണ് ഇത് ഓരോന്ന് കാണുന്നത്. അനുരാഗ് NM. നാച്ചുറൽ ആയിട്ടുള്ള ഒട്ടും സ്ക്രിപ്റ്റഡായി തോന്നാത്ത സ്പോണ്ടേനിയസ് ആയ സംഭാഷണമാണ് നിങ്ങളുടെ ഹൈലൈറ്റ്. ഇത് മറ്റേ ഇതിൻ്റെയാണ്, നമ്മുടെ ചില്ലി ബീഫും നൂഡിൽസും. അടുത്തത് സരിത കണ്ണാ കവർ ചാലിട്ട് മടിയിൽ വെച്ചോ മോനെ. ചാലോടി വന്നു കേട്ടാ. അടുത്തത് ജിഷ സന്തോഷ്. കണ്ണംകുളങ്ങരയ്ക്ക് മീൻകറി കൊണ്ടുവന്ന വീഡിയോയ്ക്ക് മാത്രമല്ല, സരിത സൈക്കിളിൽ ട്രാവൽ വീഡിയോസ് ചെയ്തപ്പോഴും നാക്കുളുക്കൽ ഉണ്ടായിരുന്നില്ല. സരിത കൂടെയുള്ളപ്പോൾ തിരുത്താൻ രക്ഷകർത്താക്കളുള്ള കൂടെയുള്ള കുട്ടികളുടെ മൈൻഡാണ് അജുവേട്ടന്. അല്ലാത്തപ്പോൾ താൻ തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട് എന്ന ബോധവും. അമ്പടാ. അതിൻ്റെ അടിയിലെ രാജീവി നായർ റിപ്ലൈ ഇട്ടേക്ക്. അതാണ് സത്യം. സരിത ചിരിക്കുമോ? എന്തുട്ടാ ചേട്ടൻ പറയുന്നേ എന്ന ചോദ്യങ്ങളെ ഭയന്ന് സരിത ആയി എന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടോ? സരിതയുമായി വീഡിയോ എന്ന് ചെയ്തിട്ടുണ്ടോ? പാവം ചങ്ങായി അജു വെള്ളികൾ കൊണ്ട് മെഴുകും. വീഡിയോ എടുക്കുമ്പോൾ സരിതയുടെ പ്രസൻസ് ഒഴിവാക്കിയാൽ നാക്കുളുക്ക് മാറും. ആളല്ലേ ചേട്ടനോട് നാക്കുളുക്കിന്റെ ചികിത്സയ്ക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ മനസ്സിലായി, ഒരു ചികിത്സയ്ക്ക് പോകണ്ട, ഞാൻ മാറുന്ന ചേട്ടന്റെ നാക്കുളുക്ക് മാറും. അടുത്ത ചിത്ര ഗോൾട്ടൻ. നൂഡിൽസ് യു മസ്റ്റ് ഓൾവേസ് ഈറ്റ് വിത്ത് ചോപ്സ്റ്റിക്സ് ഓർ ഫോർക്ക്. നൈസ് ഡിഷ് അജു മെയ്ഡ് മൈ ഫേവറേറ്റ് ഡിഷ്. ഐ ഓൾവേസ് മേക്ക് ദിസ് വിത്ത് ചിക്കൻ ഓർ പോർക്ക്. അത് കോരി കഴിക്കണമെങ്കിൽ മറ്റേ മുള്ളും
അയ്യോ അതുകൊണ്ട് കഴിക്കണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നമ്മുടെ പുഷ്കൽ ആന്റി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആന്റി പറഞ്ഞ മറ്റേ പപ്പടക്കോലുകൊണ്ട് അല്ലെങ്കിൽ ഈ മറ്റേ കയ്യിലിന്റെ ഒക്കെ ഈ ഭാഗം നമ്മൾ പിടിക്കണ ഭാഗം അതുകൊണ്ട് വേണം ഇതിലിങ്ങനെ മറയ്ക്കാൻ. അത് കുറെ കമന്റുകളുണ്ട് കേട്ടോ, ഈ മറ്റേ ഫോർക്കും ഇതും വെച്ചിട്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. നമുക്ക് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും ഈ വക സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ കൈ കൊണ്ട് വാരി കഴിക്കല്ലേ ചെയ്തത്, നമ്മൾ ടീസ്പൂൺ കൊണ്ട് വാരി കുത്തി കയറ്റല്ലേ ചെയ്തത് അല്ലേ? എല്ലാവരും അങ്ങനെ കൈ കൊണ്ട് വാരി കഴിയുമ്പോൾ ഇങ്ങനെ കുത്തി 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 കയറ്റുന്ന പോലെ തോന്നും. ഭയങ്കര ബോറാണ് കേട്ടോ ഈ നൂഡിൽസൊക്കെ കൈ കൊണ്ട് വാരി തിന്നണത്. നമുക്കറിയാത്, പിന്നെ നമ്മൾ വീട്ടിലല്ലേ. അടുത്തത് ജോർജ് എന്നാണോ? ജോർജ് JAHGE. അതിന്റെ പുറത്ത് നോക്കി അതിന്റെ JG എന്ന് പറഞ്ഞിട്ടുള്ള ആള് കേട്ടാ. The presentation is excellent to see with new crockery. അടുത്തത് ശ്രുതി പ്രദീപ്. എല്ലാം അറിയുന്നതിന് മുമ്പുള്ള ആ ചർച്ച കലക്കി. ഏതായിരുന്നു? തുടക്കത്തെ ഇൻട്രസ്റ്റല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ കുറെ നാൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇവര് കുറെ നാളായിട്ട് പറയണ സാധനാന്ന്. അപ്പൊ സരിത അത് പൊളിച്ചു. പിന്നെ സൗമ്യ കുമാർ നായർ, സൗമ്യ കുമാർ നായർ എന്നാണ് തോന്നുന്നുണ്ട് കേട്ടാ. ഓയിസ്റ്റർ സോസ് ആൻഡ് അജിനോമോട്ടോ ക്യാൻ ബി ആഡഡ് ടു. അത് നമ്മള് അതിന്റെ ആവശ്യമില്ലല്ലോ, അജിനോമോട്ടോ ഒക്കെ പൊട്ടയല്ലേ ശരീരത്തിൽ. ഓയിസ്റ്റർ സോസ് കിട്ടും നമ്മളോട്, കിട്ടും, അത് വാങ്ങിച്ചില്ല. അജിനോമോട്ടോ നമ്മൾ പിന്നെ ചേർക്കാറില്ല. അടുത്തത് ജയൻ വിജയ. സരിതയുടെ സംസാരം നല്ല കോമഡി ആയിട്ടുണ്ട്, ഇന്നത്തെ വീഡിയോ സൂപ്പർ. സന്തോഷം. ഞാൻ ഞാനുള്ള കാര്യം പറഞ്ഞതല്ലേ, അത് കാരണം ഇൻട്രോ ഒത്തിരി വലുതായി. അല്ലാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കയറിയാനെ. ചേട്ടനാ അങ്ങനെ പറഞ്ഞ കാരണം ചേട്ടപ്പം നോണ പറയാൻ ആലോചിച്ചിട്ടല്ലേ ആ സമയത്ത് വായില് വന്ന് പറഞ്ഞു, അത്ര ഉള്ളു. അല്ല ഇവർക്ക് ഇഷ്ടമാണല്ലോ, ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കണം, ഇവർക്ക് ഹോട്ടലിൽ പോകണം എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്തത് ലിറ്റോ വില്ലി. പ്രേക്ഷകരുടെ അഹങ്കാരി എന്ന കമന്റ് കേൾക്കാതിരിക്കാൻ വേണ്ടി അജുവേട്ടന്റെ വെള്ളികൾക്ക് ചിരിക്കാതെ കടിച്ചമർത്തി സരിത. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട സരിത, അജുവേട്ടന്റെ വെള്ളിയും സരിതയുടെ തിരിച്ചുള്ള മറുപടിയും ഒക്കെയാണ് വീഡിയോ രസകരമാക്കുന്നത്. എന്നാലും ഞങ്ങൾ പ്രേക്ഷകർക്ക് അജുവേട്ടൻ തന്നെയാണ് ഹീറോ. ലവ് യുവർ ഫാമിലി ഫ്രം കുരിയച്ചിറ. തൊട്ടടുത്തതാണ്. അടുത്തത് സിജി ജോസ്. സരിതയുടെ ഫ്രോക്ക് നെക്ലസ് സൂപ്പർ, രണ്ടും എവിടെ നിന്നാണ് വാങ്ങിയത്? ഫ്രോക്ക് വാങ്ങിച്ചത് അജിയോ ഓൺലൈനായിട്ട്. മാല വാങ്ങിയത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, മറ്റേ ആമ്പല്ലൂര് പുതുക്കാട് ഒരു കട, അയ്യോ ലേഡീസ് അല്ല പേള അങ്ങനെ എന്തിട്ടോ പറഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് ഇങ്ങനത്തെ മാലകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സ്വർണ്ണത്തിൻ്റെ എടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഇങ്ങനത്തെ ഒരു മാല മുന്നത്തെ വീഡിയോകൾ നോക്കിയാൽ അറിയാം. സ്ഥിരമായിട്ട് എൻ്റെ കഴുത്തിനകത്ത് ഒരു ഞാര് പോലത്തെ ഒരു മാല, ഒരു ലോക്കറ്റായിട്ടുണ്ടായിരുന്നു. പൊട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അത് മാറ്റിയിട്ട് വേറെ എടുത്തു തരുമോ എന്ന് കുറേ നാളെ ഞാൻ ചേട്ടനോട് ചോദിക്കണം. അപ്പോഴാണ് ഈ കടയിൽ പോയിട്ട് ഇങ്ങനത്തെ മാലകൾ അവിടെ ഇഷ്ടം പോലെ മോഡലുകളുണ്ട്. ഇതാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഇത്ര കളർ പോവില്ല എന്നാണ് അവർ പറയണത്. ഇപ്പം ഞാൻ അതൊക്കെ കുറേ നാളായിട്ടുണ്ട്, കളർ പോയിട്ടില്ല ഇതുവരെ. പിന്നെ റോസ് ഗോൾഡിൻ്റെ അങ്ങനത്തെയൊക്കെ ഉണ്ട്, 300 വില, 200-300 റേഞ്ചിൽ. അപ്പം അത് ആ വിലയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു സ്വർണ്ണം വാങ്ങിക്കണം. അപ്പം ഇങ്ങനത്തെ ഞാൻ അന്ന് അവിടെ നിന്ന് 3-4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പോയിപ്പോൾ. പിന്നെ ബ്യൂട്ടിഫുൾ ടീന. ഹായ് അജു ചേട്ടൻ, സരിത ചേച്ചി ആൻഡ് ജഗു. പീപ്പിൾ ഇൻ ഇന്ത്യ, മലേഷ്യ, ന്യൂസിലൻഡ് ആൻഡ് ക്യാപ്സിക്കം എന്ന് പറയും, പക്ഷെ പീപ്പിൾ ഇൻ അമേരിക്ക, UK ബെൽ പെപ്പർ എന്ന് പറയും. ടീന ഫ്രം ബാംഗ്ലൂർ. പല സ്ഥലങ്ങളും ക്യാപ്സിക്കം എന്നാണ് പറയാ. നമ്മളല്ല ഈ പറഞ്ഞ പോലെ ബെൽ പേപ്പറിൽ ചുവപ്പും പച്ചനും അല്ല ചുവപ്പും മഞ്ഞനും ബെൽ പേപ്പർ എന്ന് പറയും, മറ്റേനെ ക്യാപ്സിക്കം എന്ന് പറയും. കുറെ പേര് അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടാ. വിഷ്ണു വേൾഡ് ഹെൽത്ത് ആൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ കേട്ടാ. നുണ പറയാൻ അജു ചേട്ടന്റെ ലൈഫ് പിന്നെയും ബാക്കി. അതെന്താണ് അങ്ങനെ പറയണം ചേട്ടന്? അത് നിർദോഷമായ നുണകളാണ്, ആരും ദ്രോഹിക്കാത്ത നുണകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതുള്ള കാര്യം പറഞ്ഞാൽ എന്തിട്ടോ കുഴപ്പം. ഞങ്ങള് പോയപ്പോ ഇങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഉണ്ടാക്കാണ് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാനും ജഗ്ഗും അവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് വെച്ചാലും ചേട്ടൻ ചിലപ്പോ പറയും അവര് കണ്ണംകുളങ്ങരയിലാണ്, പണ്ടാണ് അങ്ങനെ വീഡിയോയിൽ പറയാ ചേട്ടൻ. അതായത് മുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഞാൻ ടേസ്റ്റ് ചെയ്യണ സമയത്ത് മാത്രം ഞാൻ വന്നോടുന്നുള്ളൂ. അപ്പോൾ ടേസ്റ്റ് ചെയ്യണ സമയത്ത് എങ്ങാനും എനിക്ക് വരാൻ ഒഴിവില്ല, ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ ചേട്ടൻ തന്നെയാവും ടേസ്റ്റ് ചെയ്ത് ആ വീഡിയോ അവസാനിപ്പിക്കുക. അപ്പോൾ ചിലപ്പോൾ കമൻസ് വരിക, ഈ സരിതേനെ എന്താ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാൻ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് പറയും സരിതയും ജഗ്ഗും കണ്ണംകുളങ്ങരയിലാണ്, ഞാൻ അപ്പുറത്തുണ്ടാവും, സരിത അവിടെ ഒരു പണിയിലാണെന്ന് പറഞ്ഞാൽ മതി.
അത് പറയും. അപ്പൊ അതല്ല, അപ്പൊ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വിളിക്കാൻ പറയും. അങ്ങനെ എന്താ വിളിച്ച് അത് ചിലപ്പോ ഞാൻ പണി ഇനിയിപ്പൊ അത് ഞാൻ ഒരു പൂപ്രായഷത്തിലേക്ക് നിൽക്കണ്ട, അപ്പൊ അതൊക്കെ മാറി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോ ഇനി സമയം പോവല്ലോ. അപ്പൊ അതുകൊണ്ടാവും ചിലപ്പോ എന്നെ വിളിക്കില്ല. വേഷത്തിലൊരു കാര്യമില്ല. നമ്മൾ എന്ത് വേഷം വീട്ടിൽ എന്താ പറയാ, നാണം മറയ്ക്കാനുള്ള വേഷം വേണമെന്നുള്ളോ. വീട്ടിലല്ലേ എന്തായാലും ഇപ്പൊ ഭംഗിയിൽ തന്നെ വരണ ഒരു നിർബന്ധമില്ല. ഞാൻ കണ്ടില്ലേ പണിയെടുക്കുകയാണെങ്കിൽ ഞാൻ മീൻ കുളത്ത് ചാണകം എടുക്കണില്ലേ, ഒരു കുഴപ്പമില്ല. അടുത്തത് ബ്ലാസ്റ്റർ. നൂഡിൽസ് കൈകൊണ്ട് വാരിയെടുത്ത് തിന്നുന്ന ചൈനക്കാരെങ്ങാനും കണ്ടാൽ മാനനഷ്ടത്തിന് കേസ്. അതന്നെ അത് പറയായിരുന്നു നമ്മള്. ഇനി മുതൽ അങ്ങനെ ചെയ്യില്ല. എന്തായാലും അതിങ്ങനെ കോരി കോരി തിന്നുള്ളൂ. കൈ വിരല് തൊടില്ല, ടച്ച് ചെയ്യില്ല. സാധനം വായിലേക്ക് കിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ട് അല്ല, അങ്ങനെ തിന്നണം, അപ്പോഴാണ് അതിന്റെ രസം. നമുക്ക് പരിചയമില്ലാത്തവർക്ക് അങ്ങനെ കഴിച്ച് ഇത് ആക്കാം. അടുത്തത് പ്രബീത കോരക്കാര വീട്ടിൽ. പാവമല്ലേ അജുബ്രോ, നിങ്ങളോടുള്ള സ്നേഹക്കൂടുതലിന്റെ പേരിലാണ് നിങ്ങൾക്ക് വേണ്ടി ഹക്ക നൂഡിൽസ് ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞത്. പാവം, അത് തിരുത്തേണ്ടിയിരുന്നില്ല സരിത, തിരുത്തേണ്ടായിരുന്നു സരിത. അടുത്തത് രാഗി സജി. എൻ്റെ ചേച്ചി ചേട്ടാ നിങ്ങളെ കൊണ്ട് തോറ്റു, കൊതിപ്പിച്ച് വായിൽ വെള്ളം വരുത്തി, നിങ്ങളോട് മിണ്ടില്ല. നല്ല ടേസ്റ്റുള്ള വിഭവമായിരുന്നു കേട്ടോ അത്. ഇതിൽ ബുദ്ധിമുട്ടി പണിയെടുത്ത് നട്ടം തിരിഞ്ഞാലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അടുത്തത് ശ്രുതി പ്രദീപ്. വീണോടത്ത് കിടന്ന് ഉരുളാൻ അജുവേട്ടൻ മിടുക്കനാ, കുട്ടികളുടെ പോലെ. കറക്റ്റ് അത്. അല്ല, ഒന്നും പറയാൻ കിട്ടിയില്ലെങ്കിലോ വിഷയം മാറ്റും, പുട്ടും തന്നെ വിഷയം മാറ്റും. സെക്കൻഡുകൾക്കുള്ളിൽ എവിടെന്നാ വേറെ വിഷയം ചേട്ടൻ്റെ വായിൽ വരണ. അതിനൊക്കെ മിടുക്കനാണ് ചേട്ടൻ, നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടേ. അടുത്ത് ഗൾഫ് കോൺ 1807. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അജുവേട്ടൻ്റെ നാക്കുളുക്കിന് കാരണം സരിതി തന്നെ. അതായത് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഞാനുള്ള വീഡിയോയില് ആണ് വെള്ളി കൂടുതൽ, അല്ലാത്തതിലില്ലാന്ന്. മധു പുത്തൂർ രാമൻ. പാചകം ചെയ്യുന്ന ത്രില്ലിൽ കേബേജ് പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കുക, പാമ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാചകത്തിന്റെ ഉച്ചച്ചൂട് നെറുകിൽ എത്തിയപ്പോ അജുവേട്ടൻ മണിച്ചിത്ര തള്ളി പപ്പു ആയോന്നൊരു സംശയമുണ്ട്. അച്ഛൻ ഉണ്ടാക്കുന്നത് നോക്കി നടക്കുന്ന ജഗ്ഗു. അച്ഛൻ എന്തുട്ട് തേങ്ങയാണ് ഈ ഉണ്ടാക്കണേ. ഉച്ചച്ചൂട് നെറുകിൽ എത്തിയപ്പോ അജുവേട്ടൻ മണിച്ചിത്ര ഉച്ചച്ചൂടാ. പപ്പുവിന് പിന്നെ എനിക്ക് എങ്ങനെയുണ്ടെന്നുള്ള അല്ല ഉദ്ദേശിക്കുന്നത്. ദാസപ്പ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതാവും. അടുത്തത് സിന്ധു ബിൻരാജ്. അജുവേട്ടൻ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇൻട്രോയിൽ അങ്ങനെ പറഞ്ഞതായിരിക്കും. സരിത സാരല്ല, സരിത കൂടെ ഉള്ളപ്പോൾ നാക്കുളുക്കൽ കൂടുന്നത് തിരുത്താൻ സരിത കൂടെ ഉണ്ടല്ലോ. ബെൽ പെപ്പേഴ്സ്, ക്യാപ്സിക്കം പെപ്പേഴ്സ് എന്നൊക്കെ പറയും. അതിനെ എന്തായാലും ഹക്ക നൂഡിൽസ് ഉണ്ടാക്കാൻ നല്ല മെനക്കേടാണെന്ന് മനസ്സിലായി. പക്ഷെ കഴിക്കുമ്പോൾ ഉണ്ടാക്കിയ കഷ്ടപ്പാട് മറക്കും അല്ലേ. സ്കൂൾ ഹോളിഡേ ആയതുകൊണ്ട് ജഗ്ഗു നല്ല ഉഷാറായിട്ടുണ്ട്. ഹോപ്പ് ടു സീ യു ഓൾ സൂൺ. ലവ് യു മൈ ഡിയേഴ്സ്. ഈ പച്ചക്കറികൾ അരിയിലാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണി, വേറെ ഒന്നുമില്ല, പിന്നെ എളുപ്പമാണ് അല്ലേ. പിന്നെ എന്തിട്ടാന്നറിയോ, നമ്മൾക്ക് കുറച്ചാ കഴിക്കാൻ പറ്റുള്ളൂ, അധികം കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ തന്നെ അല്ലചേട്ടന് കൊടുത്തു. നമുക്ക് കഴിച്ചിട്ട് ബാക്കി നമ്മൾ എടുത്തിട്ട് ബാക്കി ഉണ്ടായിരുന്നല്ലോ ഇഷ്ടം പോലെ, അത് അല്ലചേട്ടന് കൊണ്ടുകൊടുത്തു. അതെന്തിട്ടാന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ മണമൊക്കെ അടിച്ചിട്ടേ നമ്മൾ മറ്റേ ഹോട്ടലിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് അവിടെ 1 മണിക്കൂർ നേരം ഇരിക്കുന്നു, എന്നിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പായിട്ടുണ്ടാവും. നമ്മൾ അതിന് മണങ്ങളോ ഒന്നും അറിയില്ല, നേരെ കൊണ്ടുവരുന്നു കഴിക്കുന്നു. പിന്നെ കമ്പനി അടിച്ചിട്ട് എല്ലാവരും കൂടി വട്ടം കൂടി നിന്ന് കഴിക്കില്ല, അപ്പോൾ അതിൻ്റെ രസം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ തന്നെ പാചകം ചെയ്തപ്പോൾ പാചകക്കാർക്കൊക്കെ സദ്യ ഒക്കെ ചെയ്യുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ചിലപ്പോൾ. കുറേ കഴിയുമ്പോഴാണ് അവർക്ക് ആ മണമൊക്കെ മാറിയിട്ട് അവർ കഴിക്കുന്നത് കണ്ടിട്ട്. വീട്ടില് സദ്യയൊക്കെ ഉണ്ടാക്കും, പ്രത്യേകിച്ച് പച്ചക്കറി സദ്യക്ക് കുഴപ്പമില്ല കേട്ടാ. നോൺ വെജിന്റെ ഇതൊക്കെ ഉണ്ടാക്കി കുറെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. അപ്പൊ അത് തന്നെയാണ് 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാൻ തോന്നുന്നു. പിറ്റേ ദിവസം അത് കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം തോന്നും, പക്ഷെ ആ സമയത്ത് ഇല്ല. അടുത്ത് LC. ഇന്നലെ അശോക് വേൾഡിന്റെ കമന്റ്സ് കാണാഞ്ഞപ്പോ തോന്നി പുള്ളി മതിയാക്കി പിണങ്ങി പോയിന്ന്. അശോക് വേൾഡ് നമ്മുടെ പ്രിയപ്പെട്ട ആളല്ലേ, ആൾക്ക് കമന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലഹരിയാണ്. കൊറേ കമന്റ് ഇടും ആള്. അടുത്തത് തോമസ് മംഗലം. അതെ, ഈ ചൈനീസ് ഐറ്റംസ് ഇങ്ങനെ ചോറിൽ സാമ്പാർ ഒഴിച്ച് കഴിക്കുന്ന പോലെ അല്ല കഴിക്കുന്നത്. ശരിക്കും ചോപ്സ്റ്റിക്സ് ഉപയോഗിച്ചാണ് വേണ്ടത്. മിനിമം ഒരു സ്പൂണും ഫോർക്കെങ്കിലും ഉപയോഗിച്ച് കഴിക്കാമായിരുന്നു. കുറേ പേര് അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി മുതൽ തീർച്ചയായിട്ടും നിങ്ങളാണ് സത്യം. ഞാൻ കൈ വിരലുകൊണ്ട് കഴിക്കില്ല, വിരലുകൊണ്ട് കഴിക്കില്ല, കൈ കൊണ്ട് കഴിക്കില്ല. അടുത്തത് സലാം ഹാജിയാർ പള്ളി. സരിത കമന്റ് ചെയ്യുന്നവരെ അപമാനിക്കരുത്. അതെപ്പോ അജു എന്ത് പറഞ്ഞാലും അതിലെ കുറവുകൾ കണ്ടുപിടിച്ച് സ്വയം സത്യസന്ധയാകുന്നത് നിർത്തണം. അങ്ങനെയൊന്നുമില്ല, കമന്റ് ചെയ്യുന്നവരെ അപമാനിക്കരുത്. അല്ല, തുടക്കം തന്നെ ഞാൻ പറഞ്ഞില്ലേ,
വെയിൽ വന്നു തുടങ്ങിയിട്ട് ഇത് എടുത്ത് വലിയ കുഴപ്പമില്ല, കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കും, ഒരു ലേശം ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കാം. വെയിൽ കുഴപ്പമില്ല, വെയിൽ കുഴപ്പമില്ല, എന്റെ മൂത്തിക്കെല്ലാം അടിക്കുന്നത്. അപ്പൊ ചേട്ടൻ ഞങ്ങൾ ഇത്തിരി ബാക്കിലേക്ക് ഇറങ്ങി. എന്തിനാന്നറിയോ അത് പറഞ്ഞേക്കണത്? കമന്റ് ചെയ്യുന്നവരെ അപമാനിക്കരുന്ന് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, സരിതേച്ചി അജുവേട്ടനെ നാണം കെടുത്തുന്നു എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഫോൺ എടുക്കുന്നവർ അങ്ങനെയൊക്കെ ഞാൻ പറയണ്ടല്ലോ. അത് ശരി, അതൊക്കെ ഒരു തമാശ. എന്ത് പറഞ്ഞാൽ അതിലത്തെ കുറവുകൾ കണ്ടുപിടിച്ച് സ്വയം സത്യസന്ധയാകുന്നത് നിർത്തണം. അതൊന്നും അങ്ങനെയില്ല, അതൊക്കെ രസമാണ്, നമ്മൾ ആസ്വദിക്കണതൊക്കെ പറയണത്. നമുക്ക് തെറ്റി പറഞ്ഞാലും അതിന്റെ ശരിയായ സത്യം ഇതാണെന്ന് പറഞ്ഞൂടെ, കുഴപ്പമില്ല. അപ്പൊ ചേട്ടൻ ഞാൻ പറയുന്നുണ്ടായില്ല, ചേട്ടൻ മുന്നേ വീഡിയോ തുടങ്ങണേലും മുന്നേ പറഞ്ഞാൽ മതി റെഡിയാ, ഞാൻ ഇങ്ങനെയാട്ടാ പറയാൻ പോണേ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കണേ നാട്ടാ പറയാൻ പോണേ എന്ന് പറഞ്ഞാൽ നമ്മള് ചിരിച്ചാ അതന്നെ ഞങ്ങള് പറഞ്ഞിട്ടാണ്. നമുക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾക്ക് യാതൊരു പ്ലാനിങ്ങിലില്ല, എന്താണ് മനസ്സിൽ തോന്നിയെന്ന് അതാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ അപ്പൊ അത് സത്യസന്ധതയാണ് കാണിക്കുന്നത്. കേട്ടപ്പോഴേ ഞെട്ടി, കാരണം ഒരു വട്ടം പോലും പറഞ്ഞിട്ടില്ല ഞാനും ജഗു ഇത് ഉണ്ടാക്കി തരണന്നേ. അതുകൊണ്ടാണ് ഞാൻ ഇതെന്താ ഇങ്ങനെ പറയണേ. ഒരു കാര്യം സത്യസന്ധതയാണ് പറയുന്നത്, അതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാ വായല്, അല്ലാണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പറയണതല്ല. അടുത്ത് ഗൾഫ് കോൺ 2905. സൗദിയിൽ ജോലി ചെയ്യുന്ന എനിക്കൊരു കാര്യം മനസ്സിലായി, അത് ചേട്ടൻ സൗദികളുടെ ബുദ്ധിയാ. എന്ത് കാര്യം അവർ തീരുമാനിച്ച് അങ്ങ് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ ഇത് കുളമാകും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ അത് അംഗീകരിക്കില്ല. അത് ചെയ്ത് കുളമാക്കിയിട്ടേ ഇത് കുളമായി എന്ന് അവർക്ക് ബോധ്യം വരൂ. കറക്റ്റ്. ആ സൗദിക്കാരെങ്ങനെയാണോ? ചേട്ടൻ സൗദിയിൽ ജനിക്കേണ്ടതായിരുന്നു. ചേട്ടനൊരു അറബി ലുക്കില്ലേ? ആരോ പറഞ്ഞിട്ടില്ലേ ചേട്ടനൊരു അറബി ലുക്ക് ഉണ്ടെന്നില്ലേ? അതെ. അപ്പൊ ഈ ആത്മഹത്യയാണെങ്കിൽ അല്ല ഇത് വളരെ സത്യമാണ്. ഞാൻ എപ്പോഴും ചേട്ടന്റെ അടുത്ത് തന്നെ പറയാറുണ്ട്. അതായത് ഇത് ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്, ഒരു കിണറുണ്ട് ഇതൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ നടന്നു പോകുമ്പോ ചേട്ടൻ എന്തേ അവിടെ ഒരു കിണർ ഇട്ടാ അല്ലെ ഒരു കുളം പറഞ്ഞാ കേക്കില്ല. അത് കുളമൊന്നല്ല ചേട്ടാ, അതില് വീഴും. പോവല്ലേ, ആ വഴിക്ക് പോവല്ലേ, അതില് വീഴും. അത് ഞാനൊന്നും വീഴില്ല, നിനക്ക് എന്തിട്ട് തേങ്ങ അറിയാന്ന് പറഞ്ഞിട്ട് പോവും. എന്നിട്ട് അത് കുളമാണ് എന്ന് നമ്മൾ പറഞ്ഞ് എത്ര വട്ടം പറഞ്ഞു കൊടുത്താലും അതിലേക്ക് എടുത്ത് ചാടും. എന്നിട്ട് ചാടി കഴിഞ്ഞിട്ട് കേറാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറയണ്ടേ ഇത് കൊള്ളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ ചേട്ടനോട്. അപ്പൊ നമ്മള് ഏത് മന്ദബുദ്ധികളായിട്ടുള്ള ഭാര്യമാരായാലും പറയില്ലേ, ഒരു കാര്യം ചെയ്യല്ലേ 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 നമ്മൾ പിന്നാലെ നടന്ന് പറഞ്ഞിട്ടും അത് ചെയ്തിട്ട് അത് കൊളായി കൊളായി എന്ന് മനസ്സിലായിട്ടിരിക്കുമ്പോ നമ്മൾ പറയില്ലേ, ഞാൻ പറഞ്ഞതല്ലേ ചേട്ടനോട് ഇത് ചെയ്യല്ലേന്ന്, ഇതിങ്ങനെയാന്ന് പറഞ്ഞതല്ലേ എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ അത് പറയുമ്പോ അപ്പ ചേട്ടൻ പറയും അതുകൊണ്ട് എന്താ ഇവിടെ ഇപ്പൊ ഒരു കുളമുണ്ട് എന്നൊരു പാഠം പഠിച്ചില്ലേ. നമ്മൾക്കിപ്പോ ഇത്ര രൂപ നമ്മൾക്ക് ഈ ഒരു കാര്യം ചെയ്ത് ഇത്ര രൂപ നഷ്ടായാലും നമുക്ക് ഇതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിച്ചില്ലേ. ഈ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു എന്നൊരു വലിയ പാഠം നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചില്ലേ. ഇതാണ് ചേട്ടൻ തിരിച്ചു പറയുന്ന ഡയലോഗ്. അങ്ങനെ നൂഡിൽസ് അത്രയും വേണ്ടത് സരിത പറഞ്ഞപ്പോ കേട്ടില്ലേ അവസാനം. അങ്ങനെ അടുത്ത് അനിത പി. നൂഡിൽസ് പൊട്ടിക്കണ്ട, പുട്ട് എൻറ്റയർ തിങ് വിൽ കുക്ക്, നോ പ്രോബ്ലം. ചൈനീസ് പീപ്പിൾ നെവർ ബ്രേക്ക് നൂഡിൽസ്, ദേ ബിലീവ്. അയ്യോ അത് ചേട്ടൻ ഫുൾ എടുത്തില്ല. അതുവരെ അതെന്തിനാന്നറിയോ, അത് അവര് വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാല് അത് നൂഡിൽസ് തന്നെ പൊട്ടിക്കുന്നത് ബാഡ് ലക്കാന്ന്. അത് ശരി, നമ്മുടെ ഇന്ത്യക്കാർക്ക് നല്ല ഗുഡ് ലക്കാവും ഇന്ത്യക്കാർക്ക്. അല്ല അത് അങ്ങനെ ഇടാൻ പറ്റണ വലിയ പാത്രത്തിൽ നമ്മൾ വെക്കേണ്ടതായിരുന്നു. അതന്നെ, അത് കൊള്ളില്ലേ. അല്ല അവര് ചെയ്യുന്ന പല വാസ്തുശാസ്ത്രങ്ങളും നമുക്കെതിരെ നമ്മുടെ ഇതുമായിട്ട് ബന്ധമില്ലാത്തല്ലേ. ഇല്ല, ചൈനീസ് ഫൂഷ നോക്കണവരുണ്ട്, അതില്ലേ അത് നോക്കുന്നവരുണ്ട്. മറ്റേ അവരുടെ കുറെ കാര്യങ്ങളുണ്ട്, ഭാഗ്യം വരുന്നത്, പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജിയിലൊക്കെ. അടുത്ത SKJ. അജു ചേട്ടൻ സത്യം പറയണം, ഇന്ന് നിങ്ങൾ മണവാട്ടി അടിച്ചിട്ടുണ്ടോ? ഒരു വെപ്രാളവും വേവലാതിയും പിന്നെ പിടുത്തം വിട്ട വാക്കുകളും കൂടെ ഒരു എച്ചി കണക്കും. നമ്മളൊക്കെ ഇങ്ങനെയാണ്. 10 അടിച്ചു കഴിഞ്ഞാൽ മുഖത്ത് എത്ര വിനയം, വാരിക്കോര് വെച്ചാലും ഉള്ളിലെ ഫ്രോഡ് പുറത്തു വരും. 10 അടിക്കേണ്ട ഇവിടെ മണപ്പിച്ച മതി ബോധം പോവാൻ. നമ്മൾ പിന്നെ അതിനൊരു എച്ചി കണക്കായിട്ട് കണക്കാണ്ട, അത് വെറുതെ ഒരു തമാശയാണ്. അതായത് നമുക്കിത് ചെയ്യുമ്പോ നമുക്ക് എത്ര കാശ് ചെലവ് വരും. അവിടെ ഒരു പ്ലേറ്റിന് 250 രൂപയും കൂടാന്ന് തോന്നുന്നു. വെറുതെ ഒരു തമാശക്ക് ഒരു കണക്ക് കൂട്ടില്ലേ. അപ്പൊ ഇതിൽ പറയണ്ട ഗ്യാസിന്റെ കണക്ക് കൂട്ടിയിട്ടില്ല എന്ന് പറയണ്ട. സത്യം കുറെ കാര്യങ്ങൾ കണക്ക് കൂട്ടിയിട്ടൊന്നുമില്ല, വെറുതെ ഒരു രസം. നമ്മള് പാചകം ചെയ്യുമ്പോ വർത്താനം പറയണ്ട എന്തെങ്കിലൊക്കെ. അതന്നെ, പാചകം മാത്രമായി കഴിഞ്ഞാലും അപ്പൊ ആൾക്കാർ പറയും അയ്യോ നിങ്ങളുടെ വർത്താനം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത്, എന്നിട്ട് വർത്താനം പറഞ്ഞില്ല എന്ന് പറയും. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കമന്റ് വായിക്കുന്ന വീഡിയോ ഇട്ടില്ല, അതിലത്തെ കമന്റ് കേട്ടാ
അതിലത്തെ ഒരു കമന്റ് റോൺ ദ ഡോൺ ഇട്ട ഒരു കമന്റ് നല്ല കമന്റ് ആയിരുന്നു. അപ്പോൾ നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിന് റിപ്ലൈ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത് അടുത്ത കമന്റ് വായനയിൽ ഇത് വായിക്കുന്നു പറഞ്ഞിട്ട് റിപ്ലൈ ഇട്ടത് കൊണ്ടാണോ എന്നറിയില്ല, ആളത് ഡിലീറ്റ് ചെയ്ത് മുങ്ങി. അതെന്തിട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതില് നല്ല രസമായിട്ട് തോന്നി. ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, എനിക്ക് മറ്റേ പത്രത്തിലെ പേര് എന്തൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല, എനിക്ക് അതിന് അപ്പൊ ഇത്രയ്ക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോയും വാർത്തയും നിങ്ങൾ കൊടുത്തിട്ടാണല്ലോ അവരിട്ടത്, അത് കറക്റ്റ് അല്ലേ ഇട്ടത്. അപ്പോ അതെന്തിനായിരുന്നു എന്നല്ലോ, ജാതി അഭിനയം എന്ന് പറയട്ടെ, അങ്ങനത്തെ മീനിങ് വരുന്ന ഒരു കമന്റ് ആയിരുന്നു. എനിക്കത് നല്ല രസമായിട്ട് തോന്നി. അത് ഫോട്ടോ നമ്മൾ അയച്ചു കൊടുത്ത് തന്നെയാ. അതെന്തിട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലോക നാടക ദിനമായിട്ട് അവരുടെ ഒരു തീം എന്ന് പറയണത് നാടകവും സ്ത്രീകളും എന്നുള്ള, അത് സ്ത്രീകൾ നാടകത്തിലേക്ക് വരുന്ന ആ ഒരു ഇതായിരുന്നു അവര് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ അക്കാദമിയിലേക്ക് പെണ്ണുങ്ങളായിട്ട് വരുന്നവരുടെ ഒക്കെ ഡീറ്റെയിൽസ് അവരെടുത്തപ്പോൾ, പ്രേമേട്ടനെയാണ് വിളിച്ചിട്ട് അവർ വിവരങ്ങൾ എടുത്തപ്പോൾ അവിടേക്ക് വരുന്ന, അതായത് അവിടെ വരുന്ന ചേച്ചിമാരൊക്കെ തന്നെ ഒക്കെ ഏതെങ്കിലും നല്ല പൊസിഷൻ, നല്ല ജോലി ചെയ്യുന്നവരും വീട്ടമ്മമാരും ഭാര്യന് അല്ല എന്താ പറയുക ഭർത്താവിന് മക്കളെയൊക്കെ നോക്കലും ജോലിക്ക് പോലും അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ട് നാടകതും അമേച്ചർ നാടകമാണ്. അറിയാലോ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുള്ളൂ, ഒരു പൈസ അതിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടില്ല. അപ്പൊ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നവരാണ്. അവരെ ഭർത്താക്കന്മാരും മക്കളൊക്കെ ആയിട്ട് എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് അവർ വരിക. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രേമേട്ടനെ വിളിച്ചു. ഞാൻ നിന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്, അവർ നിന്നെ വിളിക്കും. അപ്പം ഞാൻ അപ്പം തന്നെ ചോദിച്ചത്, എന്തിനാ എൻ്റെ നമ്പർ കൊടുത്തേ, ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രേമേട്ടൻ പറഞ്ഞു, നീ അങ്ങനെ ടെൻഷൻ ആവൊന്നും വേണ്ട, അവര് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും, എന്നിട്ട് ഇവരെ കൊടുക്കാമെന്ന് തോന്നുന്ന അവർക്ക് ഉള്ളവരെ മാത്രമാണ് അവര് പത്രത്തിൽ ഇടുള്ളൂ, അല്ലാത്തവരവരിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആളെന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ആളോട് ഇത് തന്നെയാണ് പറഞ്ഞത്, ആ ജയന്തിയേച്ചിയും മറ്റേ സ്നേഹലിജി അവരെ ഒന്നും കൂടെ എന്നെ പെടുത്തല്ലേ, ഞാൻ അവരുടെ ഇടയിലേക്ക് എത്തിക്ക് ഞാൻ വരില്ല. അപ്പം ആള് പറഞ്ഞു, ആളവിടെ ഞായറാഴ്ചകൾ മിക്കവാറും ഞായറാഴ്ചകൾ വരാറുണ്ട്, എന്നെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, അപ്പോൾ എന്നെ അറിയാമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ സുമലതയുടെ ആ ഇതുണ്ടല്ലോ ഷോർട്ട് ഫിലിം, അതും കണ്ടതാണ്, അപ്പോൾ എന്നെ അറിയണതാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പ്രേമേട്ട കുറേ പേരെ ലിസ്റ്റ് കൊടുത്തതിൽ 4 പേരെ അങ്ങടാ വന്നിട്ടുള്ളൂ. ഞാൻ, ജയന്തിയേച്ചി, സ്നേഹലിജി, സുധ, 4 പേരെ അവരിട്ടിട്ടുള്ളൂ. മനോരമക്കാർക്ക് അവർക്ക് യോഗ്യതയുള്ളവരെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണ്. അപ്പൊ അങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്, അപ്പൊ അവര് ഇട്ടതാട്ടാ. അങ്ങനെ സതീദേവി സരിതയ്ക്ക് ഇതുമാതിരി യാതൊരു ബന്ധമില്ല, ഉള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് സതീദേവി. സരിത ഒരിക്കലും ഓവറല്ല, സരിത ഇല്ലാത്ത വീഡിയോസ് ഇൻകംപ്ലീറ്റ് ആണ്. എനിക്ക് സരിത ഇല്ലാത്ത വീഡിയോസ് അധികം ഇഷ്ടമല്ല, പ്ലീസ് വരാതിരിക്കരുത്, പറയുന്നവർ പറഞ്ഞോട്ടെ, വരണം. അതിൽ പറയണ്ടല്ലോ, ഞാൻ കുറച്ച് നാൾ ബ്രേക്ക് എടുത്താലോ എന്നൊക്കെ ഞാൻ പറയണ്ടല്ലോ, അതാ ബ്രേക്ക് എടുക്കൊന്നുമില്ല, വരും. അപ്പം അങ്ങനെ ഇതില് അത് അങ്ങനത്തെ കമൻസാണ് അതിൽ മുഴുവൻ. ഞാൻ വരാണ്ടിരിക്കോ എന്തായാലും വന്നോളോ എന്ന് പറഞ്ഞിട്ടുള്ള കമൻസാണ് ആ വീഡിയോയിൽ മൊത്തം വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇനി അടുത്ത ആഴ്ചയിൽ ഇനിയിപ്പോൾ വിഷു വരാൻ പോവാണ്. ചേട്ടൻ്റെ ഒരു ലൈവ് പാചകം വരുന്നതായിരിക്കും. ഡേറ്റ് പറയാം. എന്തൊക്കെയാ അതിൽ സംഭവിക്കാന്നൊന്നും അറിയില്ല. പകലാണ് ചെയ്യാ, വൈകുന്നേരം അല്ല ഏത് സമയത്ത് ചെയ്യണമെന്ന് അറിയില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കുറെ സമയം 1-2 മണി. അല്ലല്ല, പിഴവുകളല്ല അത്. നമുക്ക് ആളുകൾ ഇങ്ങോട്ട് ആ സമയത്ത് ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ പല ആളുകളും വരാനും പാടില്ലല്ലോ. വരാൻ പാടില്ല എന്നാ പുറമെന്നുള്ള ആളുകൾ വല്ലവരും വന്നു കഴിഞ്ഞാൽ ആകെ കൊളാവില്ലെന്ന്. അങ്ങനത്തെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ആൾക്കാർ വരുമോ വരില്ല? ആളുകൾ വരാത്ത സമയത്ത് ചെയ്യണമെന്ന്. ആളുകൾ വരാത്ത സമയം എന്ന് പറഞ്ഞാൽ രാത്രിയാ, വൈകുന്നേരം ചെയ്യേണ്ട ഒരു വീഡിയോ. രാത്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഇതായിരിക്കും. നോക്കാം ലൈറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോഴേ ക്ലാരിറ്റി ഉണ്ടാവില്ല വീഡിയോക്ക്. പുറത്തേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാനും പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിർത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.